ഹായ് എവരിവൺ, വെൽക്കം ടു ബിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിനോട് നമുക്ക് 2-3 മിനിറ്റ് സംസാരിക്കാം. ഇപ്പം എന്തെങ്കിലും വിഷമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കാണുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റി അല്ലേ? നമ്മൾ ചോദിക്കുമല്ലോ, നിനക്ക് എന്ത് പറ്റി? അപ്പോൾ ക്യാ ഹോ ഗയാ, അല്ലെങ്കിൽ ക്യാ ഹുവാ, എന്ത് പറ്റി? അപ്പോൾ ക്യാ ഹോ ഗയാ, നിനക്ക് എന്ത് പറ്റി? അതാണ് കേട്ടോ. അപ്പം അവൻ പറയാണ്, അല്ലെങ്കിൽ അവളോ അവനോ ആരായിക്കോട്ടെ, കൊച്ചിനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമല്ലോ. അതാണ് കൊച്ചിനെ. അപ്പോൾ നമ്മൾ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ മുഖം എന്താ രണ്ട് ദിവസമായിട്ട് നിന്റെ മുഖം വിഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ മുഖത്ത് എന്തോ സങ്കടം കാണുന്നു എന്ന് നമ്മൾ പറയാമെന്ന് വിചാരിക്കാം. അപ്പം എന്താ പറയണ്ടേ? മുझे समझ में नहीं आ रहे, എനിക്ക് മനസ്സിലാകുന്നില്ല. 2 दिन से आपका चेहरा ഉദാസ് ലഗ് രേ, 2 दिन से आपका मुंह उदास लग रहे എന്ന് പറയാം. മൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖമുണ്ട്, പിന്നെ വായ എന്നും കൂടി നമ്മൾ അർത്ഥമുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി എന്താ പറയാ, കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ ചെഹര, ഫേസ് ചെഹര എന്നും പറയും. ഓക്കെ. അപ്പ മൂ ഉദാസ് ലഗ് രേ, 2 दिन से 2 ദിവസമായിട്ട് നിന്റെ മുഖം എന്താ പറയാ, സങ്കടപ്പെട്ട് കാണുന്നു. അതാണ് കേട്ടോ ഉദാസ് ലഗ് രേ. ഉദാസ് എന്ന് പറഞ്ഞാൽ സങ്കടം എന്നുള്ള അർത്ഥത്തില്. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ, ആളൊന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമ്മളോട് ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും അല്ലെ? അപ്പൊ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കും, നീ എന്തിനു ചൂടാവുന്നേ? അപ്ക്യൂ ഗുസാറേ, ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം. അപ്ക്യൂ ഗുസാറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ പിന്നെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കും, ആ വ്യക്തി എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു, എന്തെങ്കിലും റീസൺ പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് ഒരു ഷോക്ക് അയച്ചു, നീ എന്തീ പറയുന്നേ? അപ് ക്യാ ബോൾ റേ, നീ എന്തീ പറയുന്നേ എന്ന് ചോദിക്കില്ലേ? അപ് ക്യാ ബോൾ റേ, നീ എന്തായി പറയുന്നേ എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും പറയുമ്പോൾ പിന്നെന്താവും പറഞ്ഞേ, അല്ലെങ്കിൽ പിന്നെന്താവള് പറഞ്ഞേ? ഫിർ ക്യാ ബോലാ, ഫിർ ഉസ്നെ ക്യാ ബോലാ, പിന്നെ ഉസ്നെ ക്യാ ബോലാ, അവനോ അവളോ എന്താണ് പറഞ്ഞത്? പിന്നെ നമ്മൾ സംസാരിച്ചു, അപ്പൊ ആ വ്യക്തി എന്തെങ്കിലും പറഞ്ഞു കാണും, അതായിരിക്കും ഈ കുട്ടിയുടെ ഒരു വിഷമം അല്ലെ? അപ്പൊ പറയാണ്, നീ എന്തായി പറയണേ, അങ്ങനെ പറഞ്ഞോ എന്നുള്ള അർത്ഥത്തില്. പിന്നെന്താവൻ പറഞ്ഞേ? ഫിർ ഉസ്നെ ക്യാ ബോല, അപ്പൊ ആ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ പറഞ്ഞു കാണും. അപ്പൊ നമ്മൾ പറയാണ്, ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ. നമ്മളതിന് പറയാറുണ്ടല്ലോ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും അല്ലേ? മെനെ കഹാ താന, അല്ലെങ്കിൽ മെനെ ബോലാ താന, ബോലാത്ത ബോലീത്തി. ഓക്കെ, സ്ത്രീലിംഗവും പുല്ലിംഗവും നോക്കിയിട്ട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്നാണ് കേട്ടോ. മെനെ ബോലി തീന. ഓക്കെ. പിന്നെന്താ? അപ്പൊ പിന്നെ നമ്മൾ എന്താ പറയാ, സാരില്ല, എന്തായാലും ഫ്രണ്ട് അല്ലേ, നമ്മൾ സമാധാനിപ്പിക്കുകയുള്ളൂ അല്ലേ? അപ്പൊ സാരില്ല, എല്ലാം ശരിയാകും. എങ്ങനെയാ പറയാ? കൊയ് ബാത്ത് നെഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരില്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കൊയ് ബാത്ത് നെഹി എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയും. നമ്മൾ പല സ്ഥലത്ത് യൂസ് ചെയ്യുന്നൊരു വാക്കാണ് കൊയ് ബാത്ത് നെഹി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും കൊയ് ബാത്ത് നെഹി, ഒന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കേട്ടോ. കൊയ് ബാത്ത് നെഹി, സബ് കുച്ച് ടീക്ക് ഹോ ജായേംഗെ, എല്ലാം ശരിയാവും. സബ് കുച്ച് എല്ലാം ശരിയാവും, ടീക്ക് ഹോ ജായേംഗെ. ഓക്കെ. കൊയ് ബാത്ത് നെഹി, സബ് കുച്ച് ടീക്ക് ഹോ ജായേംഗെ എന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ പറയും ആപ് ഉദാസ് മത് ഹോ, നീ സങ്കടപ്പെടരുത്. ആപ് ഉദാസ് മത് ഹോ കഴിഞ്ഞാൽ സങ്കടപ്പെടരുത്. ഓക്കെ. സബ് കുച്ച് ഭൂൽ ജാവോ, സബ് കുച്ച് ഭൂൽ ജാവോ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം മറന്നുകളാം. സബ് കുച്ച് ഭൂൽ ജാവോ, എല്ലാം മറന്നുകളാം. സബ് കുച്ച് ടീക്ക് ഹോ ജായേംഗെ, എല്ലാം ശരിയാവും എന്നാണ് കേട്ടോ. ശരി, ഇനി ഇതൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാണ്, കുറച്ച് വൈകി പോവാ, നമുക്കിവിടുന്ന് പോവാം എന്ന് പറയാം കേട്ടോ. ചലോ ചൽത്തേ ഹേ, യഹാ സെ ചൽത്തേ ഹേ, അല്ലെങ്കിൽ ചലോ യഹാ സെ ചലേ ജായേംഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാ, നമുക്ക് ഇവിടുന്ന് പോകാം. ചലോ യഹാ സെ ചലേ ജായേംഗെ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എങ്ങനെ പോകും? നമ്മളിവിടുന്ന് എങ്ങനെ പോകും അല്ലേ? കൈസെ ജായേംഗെ, മനസ്സിലായോ? കൈസെ ജായേംഗെ അല്ലെങ്കിൽ കൈസെ ജാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോകും. അപ്പൊ നമ്മൾ പറയാണ് എന്തെന്ന്. അപ്പൊ ആള് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് ബസ് സ്റ്റേഷൻ വരെ നടന്നു പോകാം. യാസേ ബസ് സ്റ്റേഷൻ തക്, സേ എന്ന് പറഞ്ഞാൽ മുതൽ, തക്ക് എന്ന് പറഞ്ഞാൽ വരെ. യഹാസേ ബസ് സ്റ്റേഷൻ തക് ചൽക്കർ ജായേംഗെ, ചൽക്കർ അതല്ലെങ്കിൽ
പൈതൽ പൈതൽ എന്ന് പറഞ്ഞാൽ കാൽനടയായി എന്നാണ് കേട്ടോ. यहाँ से സ്റ്റേഷൻ തക് ചൽക്കർ ജായെങ്കി ഐ പൈതൽ ജായെങ്കി. ഓക്കെ ശരി. പിന്നെ അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷനിലെത്തി. ബസ് കിട്ടണില്ല. അപ്പം നമ്മൾ പറയാം ദൈവമേ ഇന്ന് വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും, ഇന്ന് വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും. ആജ് घर पहुंचते रात हो जाएगी, आज घर पहुंचते रात हो जाएगी. നേരം വൈകിയ അമ്മ വഴക്കു പറയും. देर होगी तो मम्मा डांटेगी, देर हो गई तो मम्मा डांटेगी എന്ന് വെച്ച് കഴിഞ്ഞാൽ देर होगी എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിയാൽ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. देर होगी तो മമ്മ ഡാറ്റേക്ക്, മമ്മി വഴക്ക് പറയും. ഡാറ്റ്ന എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക. അപ്പോൾ ആജ് ഗർ പहुंचते രാത് ഹോ ജായേഗി, ഇന്ന് വീട്ടിലെത്തുമ്പോൾ രാത്രിയാകും. ദേർ ഹോഗി തോ മമ്മ ഡാറ്റേഗി, ദേർ ഹോഗി തോ മമ്മ ഡാറ്റേഗി. മനസ്സിലായോ? ശരി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അവിടെ ചെന്നു അമ്മ ചോദിക്കും അല്ലേ, ആനെ മേ ക്യോ ദേർ ഹോഗി, ആനെ മേ ക്യോ ദേർ ഹോഗി. ഇതിന്റെ മലയാളം വരാൻ എന്താ വൈകിയേ എന്നാണ്. ഓക്കെ, നീ വരാൻ എന്താ വൈകിയേ? ആനെ മേ ക്യോ ലേറ്റ് ഹോഗി, സോറി ദേർ ഹോഗി. ഓക്കെ, അപ്പോൾ നമ്മൾ പറയല്ലേ അവളുടെ കൂടെ കുറച്ചേരം വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു. സത്യസന്ധമായിട്ട് നമ്മൾ പറയാം. ഉസ്കെ സാത്ത്, ഉസ്സെ അല്ലെങ്കിൽ ഉസ്സെ, ഉസ്കെ സാത്ത് തോടി ദേർ ബാത് കർക്കെ ബൈഠി തീ, സംസാരിച്ചിരിക്കുകയായിരുന്നു. ഉസ്കെ സാത്ത് തോടി ദേർ ബാത് കർക്കെ ബൈഠി തീ. ഓക്കെ ഓക്കെ. അപ്പൊ അമ്മ ചോദിക്കുക എന്താണ്, എന്താ പ്രശ്നം, ക്യാ ബാത്തേ, എന്താ കാര്യം എന്ന് ചോദിക്കില്ലേ, അതാണ് കേട്ടോ ക്യാ ബാത്തേ. അല്ലെങ്കിൽ എന്ത് പറ്റി, ക്യാ ഹുവ, ക്യാ ബാത്തേ അല്ലെങ്കിൽ ക്യാ ഹുവ. മനസ്സിലായോ? അപ്പൊ പറയാം, നമ്മളെന്താ പറയാ, ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയില്ല അല്ലെ. കുച്ചിനെ ഐസായി, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയില്ലേ, കുച്ചിനെ ഐസായി. ഓക്കെ, അപ്പൊ അമ്മ എന്താ പറയാ, രാത്രിയായല്ലോ, വൈകിയല്ലോ, വന്ന് ഭക്ഷണം കഴിക്കും. ടീക്കെ ആക്കർ കാനാക്കാവോ, ടീക്കെ ആക്കർ കാനാക്കാവോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ശരി വന്ന് ഭക്ഷണം കഴിക്കും, അതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറയാ, ഹാമാ ടീക്കെ, ഹാമാ ടീക്കെ, ശരി. പിന്നെന്താ, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു. അപ്പൊ നമ്മൾ ഗുഡ് നൈറ്റിന് പറയുന്നത് ശുഭ് രാത്രി എന്നാണ് കേട്ടോ, ശുഭ് രാത്രി. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഒരു ചെറിയൊരു ക്ലാസ് ആണ്. നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു 3-4 സെന്റൻസുകൾ അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.